തിരുവനന്തപുരം ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ വൻ ക്രമക്കേട് നടന്നെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. വായ്പ നൽകിയതിലും ബോർഡ് അംഗങ്ങളെ നിയമിച്ചതിലും തിരിമറി നടന്നെന്നാണ് കണ്ടെത്തൽ. ബാങ്കിന്റെ ബാധ്യത 17 കോടിയെന്നാണ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട്. അതേസമയം ബാങ്ക് പ്രസിഡന്റ് അണിയൂർ ജയകുമാർ കബളിപ്പിച്ചെന്ന് ആത്മഹത്യ ചെയ്ത ബിജുകുമാറിന്റെ കുടുംബം ആരോപിക്കുന്നു. പ്രസിഡന്റ് കബളിപ്പിച്ചത് തന്നെയാണ്, എൻ്റെ ചേട്ടനെ കൊന്നത് തന്നെയാണ്. സമാധാനപ്പെടുത്തിയിട്ടിരുന്നെങ്കിൽ എൻ്റെ ചേട്ടൻ പോവില്ലായിരുന്നു, ജീവനോടെ കിട്ടി. കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഇല്ലാതായത്. ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റായ ജയകുമാർ ബിജുവിന്റെ കയ്യിൽ നിന്ന് 2,52,000 രൂപ തട്ടിയെന്നാണ് ആരോപണം. ചിട്ടിത്തുക ലഭിക്കുമ്പോൾ പണം തിരികെ നൽകാമെന്നായിരുന്നു ജയകുമാർ പറഞ്ഞത്. എന്നാൽ ബാങ്കിൽ കയറിയിറങ്ങി മടുത്ത ബിജു ജീവനൊടുക്കി. ഇങ്ങനെ അങ്ങള് പറ്റിച്ചാണ്, ഇനി കിട്ടാൻ വല്ല വഴിയുണ്ടോന്ന് അറിയത്തില്ല, എന്തെങ്കിലും ചെയ്യാം, പോയി സംസാരിക്കാം എന്നൊക്കെ. എന്നിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ വർഷം LBSൽ അലോട്ട്മെൻറ്റിന് കിട്ടുന്ന ടൈമിലാണ് അച്ഛൻ പോയി ചെന്ന് ചോദിച്ചിങ്ങനെ പഠിത്തത്തിന് ആവശ്യത്തിന് ഇങ്ങനെ പൈസ തരുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് തരാം, അലോട്ട്മെൻറ്റ് കിട്ടട്ടെ എന്നുണ്ട്. അലോട്ട്മെൻറ്റ് കിട്ടിയ ടൈമിൽ പോയി ചോദിച്ചപ്പം പറഞ്ഞ് പിന്നെ തരാം. പിന്നെ അലോട്ട്മെൻറ്റിൻ്റെ ടൈം അങ്ങ് കഴിഞ്ഞ് പൈസ അടയ്ക്കാൻ ടൈം അത് ക്യാൻസലായിപ്പോയി. ബിജുകുമാറിന്റെ മരണത്തിന് പിന്നാലെ ബാങ്കിലെ ക്രമക്കേടുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. വായ്പ നൽകിയതിലും നിയമനത്തിലും വൻ തട്ടിപ്പ്. സഹകരണ ചട്ടം മറികടന്ന് ബാങ്ക് പ്രസിഡന്റ് അണിയൂർ ജയകുമാറിന്റെ സഹോദരിയുടെ മകളെ സെക്രട്ടറിയാക്കി, ഭാര്യയെ ബോർഡ് അംഗമാക്കി. ഈ 2018-19 അവിടെ വ്യക്തമായ ഒരു ആഡിറ്റ് നടന്നില്ല. ആ ആഡിറ്റ് നടക്കുമ്പോൾ ഈ സംഘത്തിൽ നീക്കിയിരിപ്പ് തുകയും ലോണായി കൊടുത്തിട്ടുള്ള തുകയും പോയിട്ട് 5 കോടി രൂപ കാണാതെ ഇല്ലാതെയായി. പിന്നീട് ഇന്റേണൽ ആഡിറ്റ് നടന്നപ്പോൾ അത് 17 കോടി രൂപയായി ഉയർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ആരോപണങ്ങൾ തള്ളിയ ജയകുമാർ ബിജുവിന് ഒരു പണവും നൽകാനില്ലെന്നും ബിജുവിന്റെ പേരിൽ 22 ലക്ഷത്തിലധികം ബാധ്യതയുണ്ടെന്നും പ്രതികരിച്ചു. ഞാൻ അങ്ങനെ കട വാങ്ങുന്ന ആളല്ല. എനിക്ക് സ്വകാര്യവശത്തിന് ബിജുവിന് ഈ നാട്ടിൽ വളരെ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്. അവർ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളിൽ തന്നെ ഉണ്ട്. അവരിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയത് ഈ പാവപ്പെട്ട പയ്യൻ്റെ ഞാൻ 2 ലക്ഷം രൂപ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവദോഷം കിട്ടും. ആ കാര്യത്തിൽ അവർ പറയുന്നതിലും ഒരുവിധ ഇതുമില്ല. കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് ജയകുമാറിൽ നിന്ന് മൊഴിയെടുത്തു. സംഭവത്തിൽ സഹകരണ വകുപ്പിന്റെയും അന്വേഷണം നടക്കുകയാണ്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.